കുട്ടികൾക്കായി ചിട്ടപ്പെടുത്തിയ ഈ നാടകം കുട്ടികളുടെ തലത്തിൽ നിന്നുള്ളൊരു ആസ്വാദനം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ സവിനയം സമർപ്പിക്കുന്നു. 35ാമത് നാഷണൽ ഗെയിംസ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കേവർക്കും 35ാമത് നാഷണൽ ഗെയിംസിന്റെ നമസ്കാരം. ഇത്തവണത്തെ നാഷണൽ ഗെയിംസ് കേരളത്തിൽ വെച്ച് നടത്താൻ അവസരം ലഭിച്ചതിൽ നമ്മൾ മലയാളികളെല്ലാം ആവേശഭരിതരാണ്. നമ്മുടെ കളിക്കളങ്ങൾക്ക് ഒരു പുതിയ ഉണർവ് നൽകും ഈ കായിക മഹോത്സവം. സാക്ഷരതയിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ കായികക്ഷമതയുള്ള ഒരു യുവജനത കൂടി ഉണ്ടായാൽ ഭാരതത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വേഗത നൽകുന്നതാകും നമ്മുടെ നാട്. യുവജന ശക്തിയായി വളർന്നു വരേണ്ടത് നിങ്ങൾ കുട്ടികളാണ്. ലോക നിലവാരമുള്ള കളിക്കാരനാകാനുള്ള സ്വപ്നം കുഞ്ഞു മനസ്സുകളിൽ ജ്വലിപ്പിക്കുവാൻ 35ാമത് നാഷണൽ ഗെയിംസിന്റെ ഉണർത്തുപാട്ടായി ഞങ്ങൾ സവിനയം അവതരിപ്പിക്കുന്ന നാടകം കളിക്കുന്ന കുട്ടികൾക്കായി ഭാരതം കാത്തിരിക്കുന്നു. World Athletic Ranking Competition started. The competitors report the starting point. First test number 372. Next 143. Last 205. And final test number 116. 120 കോടി ജനങ്ങളുടെ പ്രാർത്ഥന, ഒരു രാജ്യം തന്നിലർപ്പിച്ചിരിക്കുന്ന വിശ്വാസം, സ്വന്തം രാജ്യത്തിൻ്റെ യശസ് ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടാൻ വിജയം, അതൊന്നു മാത്രമേ മുന്നിലുള്ളൂ. കളി വെറും കളിയല്ല. കളിക്കളങ്ങളിൽ മത്സരിക്കുന്നത് ഒരു വ്യക്തിയല്ല, ഒരു രാജ്യമാണ്. ആ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അഭിമാനമാണ്. കളിക്കളങ്ങൾ നമുക്ക് നൽകുന്നത് ആരോഗ്യവും വഴക്കവും എന്തും ചെയ്യാൻ കരുത്തുള്ള ഒരു ശരീരവുമാണ്. നിങ്ങൾ കുട്ടികളാണ് നാളെ നമ്മുടെ നാടിനെ നയിക്കേണ്ടവർ. കുട്ടികൾ കളിക്കളങ്ങളിൽ സജീവമാകൂ, കരുത്തരാകൂ. കരുത്തരുടെ ഇന്ത്യ. കുട്ടികൾ കളിക്കളങ്ങളിൽ സജീവമാകൂ, കരുത്തരാകൂ. കുട്ടികൾ കളിക്കളങ്ങളിൽ സജീവമാകൂ, കരുത്തരാകൂ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കുട്ടികളുടെ കായിക സ്വപ്നങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ ഞങ്ങളൊരു കുഞ്ഞു കൂട്ടുകാരിയെ പരിചയപ്പെടുത്താം. 35ാമത് നാഷണൽ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം അമ്മു.
എന്റെ പേര് അമ്മു വേഴാമ്പൽ. നിങ്ങൾ എന്നെ അമ്മൂന്ന് വിളിച്ചോളൂ. കൂട്ടുകാരെ, കളിക്കളങ്ങളിൽ ഇനി നിങ്ങളോടൊപ്പം അമ്മും കാണും. വിജയത്തിന്റെ ആഘോഷങ്ങളിൽ മതിമറന്നു പോകാതിരിക്കാൻ ഇനി നിങ്ങളോടൊപ്പം നമ്മുടെ സ്വന്തം അമ്മു. പരാജയത്തിൽ കാലിടറാതെ മുന്നോട്ട് നയിക്കാൻ ഇനി കൊച്ചു കൂട്ടുകാർക്കൊപ്പം നമ്മുടെ സ്വന്തം കളിക്കൂട്ടുകാരി അമ്മു. കൂട്ടുകാരെ, കളിക്കളങ്ങളിലേക്ക് പോകുമ്പോ അമ്മുവിനെ ഓർക്കണേ. അമ്മുവിനോടൊരു രഹസ്യം പറയട്ടെ. അമ്മുവിനെ നാം പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് മറ്റു രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെടാം. ഒന്ന് സണ്ണി, മറ്റേത് മോനു. കുട്ടികളാണവർ. നിങ്ങളെപ്പോലെ മിടുക്കരാണ് കേട്ടോ. അടുത്തടുത്ത വീട്, കളിക്കൂട്ടുകാർ എന്നു വേണ്ട, പരസ്പരം കണ്ടാൽ തമ്മിലടി തന്നെ. അവരവരുടെ വീട്ടിന് മുന്നിലിരുന്ന് ചില അഭ്യാസ മുറകളൊക്കെ കാണിക്കുക അവരിരുവരും. ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട. ഒന്ന് സണ്ണി, മറ്റേത് മോനു. കാണേണ്ടതൊക്കെ ഇനി നേരിൽ കണ്ടുള്ളൂ. കാഞ്ചാന കാഞ്ചി കൂലുങ്ങി കൂലുങ്ങി കടമീഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരൂതിർപ്പൂ പിന്നെ മര്യാദ നിന്റെ കളി. മോനു 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 ഇതെന്തോ ഒരു പഠിത്തടാ മോനു. നമ്മക്ക് കളിക്കാൻ പോയാലോടാ? സണ്ണി, എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. എനിക്ക് നിന്നോട് കളിക്കാനൊന്നും നേരമില്ല. കളിക്കാൻ വന്നേക്കണ്. നിനക്ക് തലകുത്തി പറയാൻ പറ്റുവാടാ? സണ്ണി, എനിക്ക് നിന്നോട് തലകുത്തി മറിയാനൊന്നും നേരമില്ല. എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. തലകുത്തി മറിയാൻ വന്നേക്കണ്. നിനക്ക് തലകുത്തി പറയാനത് കഴിയത്തില്ല. ആര് പറഞ്ഞു കഴിയൂലെന്ന്? എന്റെ പപ്പ പറഞ്ഞു. നീ ഒന്ന് തലകുത്തി മറിഞ്ഞ് കാണട്ടെ. എന്റെ അമ്മയെ ചതിച്ച. എടാ നീ മുകളിലേക്ക് നോക്കോ? ഞാൻ മുകളിലേക്ക് നോക്കാം. നീ തലകുത്തി മറിഞ്ഞ് കാണിച്ചേ സണ്ണി. താഴേക്ക് നോക്കല്ലേ? ഇല്ല. അയ്യോ ശരിയാവുന്നു. ദേഹത്തിന്റെ കവിതകളിൽ നിന്ന് നമുക്ക് ചക്ക പഴം പോലെ വീണിട്ട് അവൻ ജയിച്ചെന്ന്. എടാ അങ്ങനെയല്ല തലകുത്തി മറിയേണ്ടത്. എങ്ങനെ തലകുത്തി മറിയണമെന്ന് ഞാൻ കാണിച്ചു തരും. പിന്നെ നോക്കിക്കോ, പിടിച്ചോടാ. മറിയല്ലടാ, നീ രാത്രി ആവുന്നേരം ഇങ്ങനെ തന്നെ. നീ എന്ത് ഫോട്ടോ എടുക്കാൻ പോണാടാ? ഞാൻ ഫോട്ടോ എടുക്കാൻ പോണു. പെട്ടെന്നിട്. രാത്രി ആവുമ്പോ നിന്റെ പൂച്ച വന്ന് കടിച്ചോണ്ടു. കഴിക്കട്ടെ. ഇതോടുകൂടി എവന്റെ മറിയൊക്കെ ഞാൻ ഇന്ന് നിർത്തും. വാ എടാ മറിയട്ടടാ. പിടിച്ചോ, കണ്ടു പഠിച്ചോ. ഇങ്ങനെയാണ് തലകുത്തി മറിയേണ്ടത് സണ്ണി. പിടിച്ചോടാ സണ്ണി. അയ്യോ നിന്നെ എന്താണ് ബഹളം? പഠിത്തോ അതാ കളിയാ? അപ്പോ പപ്പ പറഞ്ഞു. പപ്പ പഠിത്തം പഠിച്ചാ നിനക്ക് കൊള്ളാം.
എടാ എടാ എന്റെ പപ്പ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ പോയിരുന്നു പഠിക്ക്. തൊള്ളൽപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ കവിതകൾ എന്നും ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. വലിയ ഗ്രന്ഥി എന്നടാ ഇത്രയുണ്ട്. എനിക്കും പഠിക്കണം പൊതുക്കവായി. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. കരൾ 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 കരളേ എന്റെ കരളിന്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ. പപ്പ 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 ഈ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് പപ്പ കരള്. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് പപ്പ കരള്. പോയടാ പോയി. എടാ നിന്നോട് പഠിക്കാൻ പറഞ്ഞിട്ട് തന്നെയാടാ ഞാൻ പോയത്. എന്നിട്ട് പഠിച്ചായിരുന്നു. എടാ പഠിക്കേണ്ട സമയം നമ്മൾ പഠിക്കണം, കളിക്കേണ്ട സമയം കളിക്കണം, പഠിക്കേണ്ട സമയം കളിക്കണം. എന്നെ കൂടെ തെറ്റിക്കൂടാ. പഠിക്കേണ്ട സമയം പഠിക്കണം. ആ മോനുവിനെ കണ്ട് പഠിക്കടാ. ഇവൻ ഒരു ഉപയോഗമില്ലാത്ത വെറും മൊന്തം പഴമാണ് പപ്പ. ഏത് സമയം ഒരു 10 കൊടുത്ത് കുത്തിയിരുന്ന് അങ്ങ് പഠിച്ചോളൂ. ഇവിടുന്ന് റോഡ് വരെ ഒന്ന് ഓടിയിട്ട് വരാൻ പറഞ്ഞ ഇപ്പൊ ഇവിടെ വീണ് മരിക്കും. വലിയൊരു ഓട്ടക്കാരൻ വന്നിരിക്കുന്നു. ഒന്ന് പാടാ തന്നെ. മോനെ എന്താ പപ്പ കൊല്ലൂടാ. കുറച്ചുകൂടെ സ്ഥലം ഉണ്ടായിരുന്നല്ലോ മുകളിലോട്ട്. ഇനി സ്ഥലമില്ല. എടാ പഠിത്തത്തിൽ നമ്മൾ ഒന്നാമതാവണം, കളികളിലും നമ്മൾ ഒന്നാമതാവണം. പപ്പ പണ്ടത്തെ ഫേമസ് കളിക്കാരനല്ലേടാ. കേട്ടോടാ പപ്പ ഏത് കളിയാണോ പപ്പ? ഗോലി കളി. പിന്നെ പണ്ടൊക്കെ എന്തോരം കളികളാ. 70s ഏറുപന്ത് കളി, കിളിത്തട്ട് കളി, കുട്ടിയും കോലിയും കളി, അങ്ങനെ എന്തോരം കളികൾ. അതെ സണ്ണീരെ പപ്പ, എനിക്കൊരു സംശയം. പപ്പ പപ്പ ഇവന് കൊച്ചിലെ സംശയ രോഗം തുടങ്ങിയിരുന്നു. ഈ 70s എറിപ്പന്ത് കളി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പഴങ്കഞ്ഞി കുടിച്ചുള്ള തടിയേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന പയ്യന്മാരടുത്ത് ചോദിച്ചാ പറഞ്ഞു തരും. എടാ ഈ 70s ഏറുപന്ത് കളി എന്ന് വെച്ചാൽ 7 ഓട് അടുക്കി വെക്കും. അത് നമ്മൾ എറിഞ്ഞിട്ടോടും. ഓടും. ഏറ് കൊള്ളാതെ ആരാണ് ആദ്യം വന്ന് ഈ 7 ഓട് അടുക്കി വെക്കുന്നത് അയാൾ ജയിക്കും. മനസ്സിലായ? എനിക്ക് മനസ്സിലായി. 7 ഓട് അടുക്കി വെക്കും. ആരെങ്കിലും എറിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ഓടും. കളിക്കാനുള്ള പന്ത്. അതെ സണ്ണീരെ പപ്പ, എനിക്ക് വീണ്ടും ഒരു സംശയം. പപ്പ ഇവന് വീണ്ടും സംശയം ഉണ്ടെന്ന്. ഇതിനകത്ത് എന്താ? ഉണ്ടംപൊരി. നിനക്ക് കളിക്കാനുള്ള പന്ത് ഞാൻ തന്നോ? കൊണ്ടുപോയി കളിക്കാൻ നോക്കടാ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ. പപ്പ പപ്പ എനിക്കൂടെ ഞാൻ കൂടെ ഞാൻ പോയി കളിക്കണ്ട പപ്പ. മര്യാദക്ക് ഒന്ന് കളിച്ചോളാം. നീ കൂടെ പൊയ്ക്കോ. ഇതാണോ മര്യാദ? പപ്പ പോയില്ലായിരുന്നു. ഉച്ചയ്ക്ക് വല്ലതും തിന്നണ്ടേ? പപ്പ പോയി സ്വല്പം കപ്പ പിഴുത് പുഴുങ്ങ. എനിക്ക് കപ്പ പോയി കുറെ പപ്പ എടുത്തിട്ട് പിഴുകും. കളിക്കാൻ എടാ സന്ധി, എനിക്ക് വീണ്ടും ഒരു സംശയോടാ. പറയടാ. എടാ ഈ 70s കളിക്കാൻ ഓട് വേണ്ടടാ. ഓട് പിന്നെ വേണ്ടേ? ഓട് മണ്ടൻ. നീ എന്നെ അങ്ങനെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ഓടെന്ന് പറഞ്ഞാലേ ഓടാനല്ല, പിന്നെ ഓട്. ഓട് ആ ഓട് ഞാൻ കൊണ്ടുവരും. എന്നാ ഓട്. നീ എപ്പോഴും ഇങ്ങനെ കഴിഞ്ഞുകൂട്ടി എന്നെ പേടിപ്പിക്കണത്. കിഴക്കേക്കോട്ട സൂപ്പർ ഫാസ്റ്റ്. ഇതുവഴി വോട്ട്. ഓട് കിട്ടിയില്ലേ? ഇത് പപ്പ കപ്പ പുഴുകണ കല്ലാണ്. ഓടായില്ല. എന്താ കിണിക്കണം? ഇതാ എടാ ഇപ്പൊ ഓട്. പോയി എടുത്തിട്ട് വാ. ഓട് റെഡി. അവിടുത്തെ റെഡി. 1 2 3 പിടിയടാ തന്നെ. ചെല്ലപ്പണന്റെ പറമ്പിൽ നിന്ന് ഇല്ലാത്ത പൈസ എടുത്താണ് ഒരു കൂടെ കപ്പ വാങ്ങിച്ചത്. കപ്പയും കൊണ്ടുവന്നപ്പോ കപ്പ ഒഴുകാൻ കൊണ്ട് വെച്ചിരുന്ന കലം കാണാനില്ല. കുരുത്തം കെട്ടവൻ അവനായിരിക്കും. ഇതാ കിടക്കുന്നു 10-50 വർഷം കൊണ്ട് കപ്പ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുതിയ കലമാണ്. ഇനി ഇത് കാലയെ കൊണ്ടേ കയറണ്ട. അത് ഞാൻ തന്നെയാണ് അവനെ അടുത്ത് ആശുപത്രി കൊണ്ടുപോവാൻ. പിറക്കി കളഞ്ഞേക്കാം. അയ്യോ പറ്റിച്ചേ. പപ്പ ആയിരുന്നാ പപ്പ അവിടെ ഇരുന്നത്?
പപ്പ കളിക്കാനൊന്നും ഇല്ലായിരുന്നോ പപ്പ? പപ്പ കളിക്കാൻ ഉണ്ടായിരുന്നടാ. നിന്റെ അവിടെ കളിക്കാൻ പറ്റിയ പ്രായമല്ലേ? ഉച്ചയ്ക്ക് കപ്പൊഴുകാൻ കൊണ്ട് വെച്ചിരുന്ന കലമാണ്. എന്റെ പിള്ള അത് മനോഹരമായി എറിഞ്ഞു പൊട്ടിച്ചു. നാളെ എണീറ്റ് നടക്കാളാണ്. നടുവിന്റെ പാലം നോക്കി തന്നെ തന്നു. സണ്ണി ഇവിടെ വാ. ഞാൻ വരൂല. നിന്റെ പപ്പയാണ് വിളിക്കണം, ഇങ്ങോട്ട് വാ. എന്തോ അവലൂസ് ഉണ്ടോ ചെക്കൻ എടുത്ത് തിന്നാൻ? എവിടെ? നിന്നോട് ഞാൻ പറഞ്ഞ മര്യാദക്ക് ഇന്ന് കളിക്കണം. ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കല്. സമാധാനത്തിൽ കളിക്കണമെന്ന്. പിന്നെ എന്താണ് നിനക്ക് ബഹളം? പപ്പ എപ്പോഴും ഇവിടെ പിടിക്കാതെ കാതി കൂടെ പിടിച്ചോ പപ്പ. ഇതേതാടാ ഉഷാ കമ്പനി ഇറക്കിയ പുതിയ ഗ്രൈൻഡറാ. മര്യാദക്ക് കളിക്കാണോ? അതെ സണ്ണി, ഞാൻ ഇനി കളിക്കാനൊന്നുമില്ല. എനിക്ക് പഠിക്കണം. എനിക്ക് പഠിച്ച് ക്ലാസ്സിൽ ഒന്നാമനാവണം. നീ പോയി പഠിക്കണം. പഠിക്കോണം. ഓ വലിയ ഒരു പഠിത്തക്കാരൻ വന്നേക്ക്. പഠിക്കോണം. ഞാൻ പഠിക്കുകയും ചെയ്യും, ഞാൻ കളിക്കുകയും ചെയ്യൂടാ. എങ്ങനെ ക്ലാസ്സിൽ ഏറ്റവും പുറകെ ആവൂടാ. മോനു സദാസമയം പഠനത്തിൽ മുഴുകി. സണ്ണിയാകട്ടെ സഹജമായ കുസൃതിയോടും കളികളോടുമൊപ്പം പഠനത്തിനും സമയം കണ്ടെത്തി. ഇന്ന് അവരുടെ സ്കൂളിൽ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. സ്പോർട്സ് മീറ്റിൻ്റെയും പരീക്ഷയിൽ ഒന്നാമനാകുന്നതിന് സമ്മാനം നൽകുന്നതിൻ്റെയും ആഘോഷ നിമിഷമാണെന്ന്. Junior boys, 100 meter race. Participants, report the starting point. On your mark. Ready? Go! ഒന്നാം സ്ഥാനം സണ്ണി. സണ്ണി നമ്മുടെ സ്കൂളിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും അഭിമാനമായ കളിക്കാരനാണ്. ഒരിക്കൽ നമ്മുടെ രാജ്യത്തിൻ്റെ കായിക സ്വപ്നങ്ങൾ ഇവനിലൂടെ പൂവണിയും. സ്കൂളിലെ പ്രധാന അധ്യാപകൻ സണ്ണിക്ക് സ്കൂൾ വക സമ്മാനം നൽകുന്നു. കൂടാതെ കൂടുതൽ മാർക്ക് വാങ്ങി 1ഉം 2ഉം സ്ഥാനങ്ങളിൽ വന്നവർക്കും ഇപ്പോൾ സമ്മാനം നൽകുന്നു. ആദ്യം 2ാം സ്ഥാനം. 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു മോനു. 1ാം സ്ഥാനം മിടുക്കനായ സണ്ണി. മക്കളെ പപ്പയുടെ മാനം കാത്തടാ. ഇതെന്ത് മാജിക്ക്? പഠനത്തിലും സ്പോർട്സിലും സണ്ണിക്ക് 1ാം സ്ഥാനം. ഇതിൽ മാജിക് ഒന്നുമില്ല. പഠനത്തോടൊപ്പം കായിക പരിശീലനം ലഭിക്കുന്ന കുട്ടികൾക്ക് ഉയർന്ന ശ്രദ്ധയും ഒപ്പം ആത്മവിശ്വാസവും ലഭിക്കുന്നു. അതിനാൽ പഠന സമയം പാഠ്യവിഷയങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കുവാനും പഠിച്ചവ ആത്മവിശ്വാസത്തോടുകൂടി ഉത്തരമെഴുതാനും സാധിക്കും. അപ്പോൾ ഉന്നത വിജയം നമ്മെ തേടി വരുന്നു. ഒരു സ്പോർട്സ് ടീമിൽ കുട്ടികൾ കായിക പരിശീലനത്തിൽ ഏർപ്പെടുന്നതിലൂടെ ആരോഗ്യമുള്ള ശരീരം, ശാന്തമായ മനസ്സ്, നല്ല ശീലങ്ങൾ, നല്ല പെരുമാറ്റം, ഒപ്പം അവർ സമൂഹത്തിന് വേണ്ടപ്പെട്ടവരായി ജീവിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഉന്നതമായ ഒരു ലക്ഷ്യം മനസ്സിൽ വയ്ക്കുകയും ആ ലക്ഷ്യത്തിന് വേണ്ടി നിരന്തരം പ്രയത്നിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ഉറപ്പ്. കളി വെറും കളിയല്ല. കളി വെറും കളിയല്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുവാൻ ഓരോ വിജയത്തിലും നമ്മോടൊപ്പം കൂട്ടുകൂടാൻ ഒരാൾ വരുന്നു.